ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനമേത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വനമേത്? ഓപ്ഷൻസ്: ചോലവനങ്ങൾ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല മഴക്കാടുകൾ, കണ്ടൽ വനങ്ങൾ. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ. ആൻസർ ഉഷ്ണമേഖല മഴക്കാടുകളാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, ഉഷ്ണമേഖല മഴക്കാടുകൾ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏക നിത്യഹരിത വനപ്രദേശം സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏക നിത്യഹരിത വനപ്രദേശം ഏതാണ്? സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലിയാണ്. കേരളത്തിൽ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള വനം സൈലന്റ് വാലിയാണ്. ഏറ്റവും ജൈവ വൈവിധ്യമുള്ള വനം സൈലന്റ് വാലിയാണ്. അതെന്തുകൊണ്ടായിരിക്കും? ഒരു കാര്യം മനസ്സിലാക്കുക, സൈലന്റ് വാലി എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഘട്ടത്തിൻ്റെ, അതായത് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. അതായത് സൈലന്റ് വാലി നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചതാണ് ഇന്ദിരാഗാന്ധിയാണ്. പക്ഷേ സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി 1985 സെപ്റ്റംബർ 7-നാണ്. ഓർത്തിരിക്കുക, സൈലന്റ് വാലി നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയും ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയുമാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ നോക്കാം. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് എന്തുള്ളത്? സൈലന്റ് വാലി ഉള്ളത്. പിന്നെ അത് പറഞ്ഞതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള വൈവിധ്യമാർന്നിട്ടുള്ള ജൈവ വൈവിധ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഫ്ലോറ ആൻഡ് ഫൗണ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2012 സൈലന്റ് വാലി ഇടം നേടിയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം പറയേണ്ട ഒരു കാര്യം, കുന്തിപ്പുഴ, അതായത് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് എന്ത്? കുന്തിപ്പുഴ എന്ന് പറയുന്നത്. അതുപോലെ സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് എന്നൊരു പ്രോജക്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അതിനെതിരായിട്ട്, കാര്യം അങ്ങനെ ഒരു ഡാം കൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ജൈവ വൈവിധ്യങ്ങൾ നശിക്കാനും ഈ ഒരു വനത്തിന് തന്നെ നാശം ഉണ്ടാകുന്നുണ്ട്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് എന്ന് പറയുന്നത്.